Hi friends, welcome to Nairah's kitchen. ഇന്ന് ഞാൻ ഗ്രീൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ബേ ലീഫ്, 3 ഏലക്ക, 4 ഗ്രാമ്പു, 3 പട്ട, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ഇനി ഗ്രീൻ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ 1/2 കപ്പോളം മല്ലിയില, പിന്നെ 1/2 കപ്പ് പുതിനയില, ഒരു 15 കാഷ്യൂനട്ട്, പിന്നെ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 7 എണ്ണം എടുത്തത്. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പച്ചമുളകൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഒരു ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള നന്നായിട്ട് വാടണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ കിടന്നിട്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഒരു 5 മിനിറ്റ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊന്ന് മാറണം. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിപിടിക്കും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നവരെയും ബൈ.